Hello guys, I am Murji, direction Yarshad Films in the banner Larry Chopra Nicha, Hindi action scientific thriller movie Part 2. ഇതൊരു വൈആർഎസ് സ്പൈ യൂണിവേഴ്സിലെ ഒരു മൂവിയാണ്. ഇതിന് മുമ്പ് ഇറങ്ങിയ മൂവീസ് ടൈഗർ 1, ടൈഗർ 2, ടൈഗർ 3, പത്താൻ, വാർ 1, വാർ 2 ആ ഒരു യൂണിവേഴ്സിലെ മൂവിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിന്റെ പാരലായിട്ട് നമുക്കറിയാം ഹോളിവുഡിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ വൈആർഎസ് സ്പൈ യൂണിവേഴ്സ്. ഈ വാർ 1 ഞാൻ കണ്ടത്. വാർ 1 എന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജുള്ള ഒരു മൂവിയായിരുന്നു. അപ്പോൾ അതിനേക്കാൾ വലിയ ക്യാൻവാസിൽ എടുക്കാൻ ഉദ്ദേശിച്ച ഒരു മൂവിയാണ്. ഇതിൽ ഗ്രാഫിക്സ് വർക്ക്, ഗ്രാഫിക്സിന്റെ അതിപ്രസരമാണ്. പക്ഷെ ഗ്രാഫിക്സ് വർക്കൊന്നും അത്രത്തോളം ശരിയായിട്ടുമില്ല. പിന്നെ ഇതെന്ത് പറയാൻ, എത്രയോ വിദേശ രാജ്യങ്ങളിൽ പോയി എടുത്ത ഫിലിമാണ്. ഇതിൽ ഹൃതിക് റോഷൻ സാധാരണ നമുക്കറിയാം അദ്ദേഹത്തിന്റെ എനർജി ലെവലിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റോൾ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ജൂനിയർ NTR അത്രത്തോളം ആ കാസ്റ്റ് അത്രത്തോളം ആയിട്ടില്ലെന്നാണ് എന്റെ ഒരു പേഴ്സണൽ വിലയിരുത്തൽ. പിന്നെ കെയർ അദ്വാനി അവർ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഈ ഹൃതിക് റോഷനും ജൂനിയർ NTR തമ്മിലുള്ള ഒരു ഡാൻസ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതിൽ ഹൃതിക് റോഷൻ തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. പിന്നെ എന്റെ മ്യൂസിക്കും സോങ്സ് ഒക്കെ ഒരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇത് സാധാരണ നമുക്ക് ഒരു എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കോമിക്ക് വായിക്കും പോലെയാണ്. ഈ ട്രെയിനിലെ ഫൈറ്റ് നമുക്കറിയാം. ട്രെയിൻ പോകുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ടോപ്പിലുള്ള ഫൈറ്റൊക്കെ പല മൂവീസിലും കണ്ടിട്ടുണ്ട്. ഇതിലുമുണ്ട്. പിന്നെ ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലൈറ്റ് എയറിൽ പോകുമ്പോൾ അതിന്റെ ടോപ്പിൽ കയറിയുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. അത് ഒന്നും അത്രത്തോളം അത് ശരിയായിട്ടില്ല. നമ്മളിതിന്റെ ഹോളിവുഡിലെ നോക്കുകയാണെങ്കിൽ മിഷൻ ഇമ്പോസിബിൾ ടോം ക്രൂസ് ഫ്ലൈറ്റിന്റെ മുകളിലുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ആ ടെക്നിക്കൽ ക്വാളിറ്റിയിൽ നമുക്കത് ഒറിജിനലായിട്ടും തോന്നും. പക്ഷെ ഇത് ആ ഒരു രീതിയിലൊന്നും ആയിട്ടില്ല. പിന്നെ എന്താ പറയാൻ, ബോട്ട് ചേസിംഗ് ഉണ്ട്. ബോട്ട് ചേസിംഗിൽ ഒരു പടം പ്രസ് ചെയ്യുമ്പോൾ അത് കാറായിട്ട് മാറി പിന്നെ റോഡിൽ കൂടെ പോകുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ ജെയിംസ് ബോണ്ട് പടങ്ങൾ കാണുമ്പോൾ കുറെ സംഗതികൾ, പുളു സംഗതികൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയത്. ആവറേജിനെക്കാളും ഒരു താഴെയായിട്ടാണ് എനിക്ക് കാണാൻ എനിക്ക് തോന്നിയത്. അപ്പം 3 മണിക്കൂർ വെറുതെ പോയി ഒരു കോമിക്ക് ബുക്ക് വായിക്കും പോലെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി വാച്ച് ചെയ്യാവുന്നതാണ്.